ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. സിലബസ് മാറിയതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ചാർട്ട് പരിശോധിക്കൂ. നമ്മുടെ നാട്ടിലെ ഒരു കുടുംബം ഒരാഴ്ചത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ഭക്ഷ്യവസ്തുക്കളുടെ അനുപാതമാണ് ചാർട്ടിൽ നൽകിയിരിക്കുന്നത്. നോക്കൂ, അരി ഗോതമ്പ് 60%, മത്സ്യം മാംസം 20%, പഴങ്ങളും പച്ചക്കറികളും 10%, പാലും പാലുൽപ്പന്നങ്ങളും 5%, മറ്റുള്ളവ 5%. ചോദ്യം എ. ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയ ഭക്ഷ്യവസ്തു ഏതാണ്? അരി അല്ലെങ്കിൽ ഗോതമ്പാണ്? ഭക്ഷ്യവസ്തുക്കളുടെ ഈ അനുപാതം അനുയോജ്യമല്ല. കാരണം ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മാംസം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. എന്നാൽ ഈ ചാർട്ടിൽ അരി, ഗോതമ്പ് എന്നിവയുടെ അളവ് വളരെ കൂടുതലാണ്. പഴങ്ങളും പച്ചക്കറികളും പാലും പാലുൽപ്പന്നങ്ങളും മറ്റുള്ളവയും അവയുടെ അളവ് വളരെ കുറവാണ്. ഇത് പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ചോദ്യം സി. കുടുംബത്തിന്റെ ഭക്ഷണശീലത്തിൽ വരുത്തേണ്ട പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാം? 1. പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 2. സംസ്കരിച്ച ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡുകളും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. 3. അധിക പഞ്ചസാരയുടെയും ഉപ്പിന്റെയും ഉപയോഗം കുറയ്ക്കുക. 4. ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക. 5. സമീകൃതാഹാരം ഉറപ്പാക്കാൻ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഒന്നിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ: 3 കുട്ടികൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളും അവർ കഴിക്കുന്ന ഭക്ഷണവും നൽകിയിരിക്കുന്നത് നോക്കൂ. അനു മലബന്ധം, വയറുവേദന, ചോറ്, മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ കഴിക്കാറുണ്ട്. ബീന പൊണ്ണത്തടി, വയറുവേദന, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കും. മാംസം, മുട്ട, പാല് എന്നിവ കഴിക്കാറുണ്ട്. ദീപ മലബന്ധം, അണുബാധ, വെള്ളം തീരെ കുടിക്കാറില്ല, പഴങ്ങളും പച്ചക്കറികളും കഴിക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചോദ്യം എ. 3 കുട്ടികളുടെയും ആഹാരത്തിൽ ഒഴിവാക്കപ്പെട്ട ആഹാര ഘടകം ഏതാണ്? അനുവിൻ്റേതിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ പഴങ്ങളും പച്ചക്കറികളും മലബന്ധം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ബിനു വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും അമിതമായ മാംസാഹാരവും പകരം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. ദീപ വെള്ളം, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കണം. മലബന്ധവും അണുബാധയും ഒഴിവാക്കാൻ ഇത് ആവശ്യമാണ്. ചോദ്യം ബി. ബിനുവിന്റെ ഭക്ഷണശീലം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾ എന്ത് നിർദ്ദേശം നൽകും? എന്തുകൊണ്ടാണ് ഈ നിർദ്ദേശം നൽകിയത് എന്ന് വിശദമാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, അമിതമായ മാംസാഹാരം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ഈ മാറ്റങ്ങൾ പൊണ്ണത്തടി കുറയ്ക്കാനും വയറുവേദന ഒഴിവാക്കാനും സഹായിക്കും. കൂടാതെ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും ഉപകരിക്കും. ചോദ്യം സി. ദീപയുടെ ഭക്ഷണശീലത്തിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത് എന്ന് വിശദമാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ഈ മാറ്റങ്ങൾ ദീപയുടെ മലബന്ധവും അണുബാധയും കുറയ്ക്കാൻ സഹായിക്കും. പ്രവർത്തനം 2. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നിരീക്ഷിച്ച് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. പട്ടികയിൽ തന്നിരിക്കുന്നത് നോക്കൂ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം വായ്പുണ്ണ്, അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നെല്ലിക്ക, നാരങ്ങ. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം സ്കർവി, കഴിക്കേണ്ട ഭക്ഷണങ്ങൾ മത്സ്യം, ക്യാരറ്റ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം നിശാന്തത, കഴിക്കേണ്ട ഭക്ഷണങ്ങൾ തവിട് കളയാത്ത അരി, ചീര. ചോദ്യം എ. വിറ്റാമിൻ എ, ബി, സി എന്നിവയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളും അത് പരിഹരിക്കുന്നതിനായി കഴിക്കേണ്ട ഭക്ഷണവും ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തി പട്ടിക മാറ്റി തയ്യാറാക്കുക. ആദ്യം ശരിയായ രീതിയിൽ എഴുതുമ്പോൾ വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം നിശാന്തതയാണ്, അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ മത്സ്യം, ക്യാരറ്റ് എന്നിവയാണ്. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം വായ്പുണ്ണാണ്, അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ തവിട് കളയാത്ത അരി, ചീര തുടങ്ങിയവയാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവിയാണ്, അതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നെല്ലിക്ക, നാരങ്ങ എന്നിവയാണ്. ചോദ്യം ബി. സ്കർവി എന്ന അപര്യാപ്തത രോഗത്തിന്റെ ഒരു ലക്ഷണം എഴുതുക. മോണയിൽ നിന്ന് രക്തസ്രാവം എന്നുള്ളത് സ്കർവിയുടെ ഒരു ലക്ഷണമാണ്. ചോദ്യം സി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എ. രാത്രിയിൽ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ് നിശാന്തത. ബി. നല്ല വെളിച്ചത്തിൽ നിശാന്തതയുള്ള വ്യക്തിക്ക് കാണാൻ കഴിയും. സി. പകൽ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്, അതാണ് നിശാന്തത. ഡി. നല്ല വെളിച്ചത്തിലും നിശാന്തതയുള്ള വ്യക്തിക്ക് കാണാൻ കഴിയില്ല. ഇതിലെ ഉത്തരം രാത്രിയിൽ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ് നിശാന്തത എന്നുള്ളതാണ് കേട്ടോ. പ്രവർത്തനം 3 എ. ഒരു ബാർകാന്തത്തിൽ ഇരുമ്പുപൊടി വിതറിയാൽ എന്ത് സംഭവിക്കും? ബാർകാന്തത്തിൽ ഇരുമ്പുപൊടി പറ്റിപ്പിടിക്കുന്ന രീതി ചിത്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കുക. നിങ്ങൾ ചിത്രീകരിച്ച കാന്തത്തിന്റെ ധ്രുവങ്ങൾ അടയാളപ്പെടുത്തണം.
ഒരു വാർകാന്തത്തിൽ ഇരുമ്പുപൊടി വിതറിയാൽ ഇരുമ്പുപൊടി കാന്തത്തിന്റെ ധ്രുവങ്ങളിൽ കൂടുതൽ ആകർഷിക്കപ്പെടുകയും കാന്തിക ബലരേഖകളെ പിന്തുടർന്ന് ഒരു പാറ്റേൺ രൂപപ്പെടുത്തുകയും ചെയ്യും. അപ്പം അതിന്റെ ചിത്രം നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. എ, ബി എന്നീ രണ്ട് വസ്തുക്കളുടെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. എ എന്ന വസ്തു ഒരു വാർകാന്തത്തിനെ ആകർഷിക്കുന്നു. ബി എന്ന വസ്തു ഒരു കാന്തവുമായി വികർഷിക്കുന്നു. ചോദ്യം ബി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ ഒരു കാന്തമാകാം. ബി ഒരു കാന്തമാകാം. എ ഒരു ഇരുമ്പ് കട്ടയാകാം. ബി ഒരു ഇരുമ്പ് കട്ടയാകാം. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിലെ ഓപ്ഷൻ ഡി, അതായത് ബി ഒരു ഇരുമ്പ് കട്ടയാകാം എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. കാരണം ഒരു കാന്തവുമായി വികർഷിക്കണമെങ്കിൽ ബി ഒരു കാന്തമായിരിക്കണം, അല്ലാതെ ഇരുമ്പ് കട്ടയാകാൻ സാധ്യതയില്ല. ഇരുമ്പ് കട്ടയാണെങ്കിൽ അത് കാന്തത്താൽ ആകർഷിക്കപ്പെടും. ഓക്കെ. ചോദ്യം സി, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ചോദ്യം സി, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാന്തങ്ങളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ചിത്രം 1 ഡിസ്ക് കാന്തമാണ്. ചിത്രം 2 യു മാഗ്നറ്റ് ആണ്. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിക്കൂ. ഒരു ഫ്രിഡ്ജിന്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. അതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിന്റെ വാതിൽ അടയ്ക്കാൻ കാന്തം ഉപയോഗിക്കുന്നു. വാതിലിന്റെ അരികുകളിൽ കാന്തം ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ വാതിൽ അടയ്ക്കുമ്പോൾ അത് ഫ്രിഡ്ജിന്റെ ബോഡിയുമായി ചേർന്ന് അടയുന്നു. ഇത് തണുപ്പ് പുറത്തു പോകാതെ സഹായിക്കുന്നു. ചോദ്യം ബി, നിത്യജീവിതത്തിൽ കാന്തം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം എഴുതുക. സ്പീക്കറുകൾ, ഹെഡ്ഫോണുകൾ എന്നിവയിൽ ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ കാന്തം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ ചോദ്യം സി, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നോക്കൂ. പേരും ചിത്രവും ശരിയായി ക്രമപ്പെടുത്തിയത് ഏത് കൂട്ടമാണെന്ന് കണ്ടെത്തുക. അതായത് ഇവിടെ നമുക്ക് മാഗ്നറ്റും കാന്തവും അതിന്റെ പേരുമാണ് തന്നിട്ടുള്ളത്. നോക്കൂ മക്കളെ, 1 ബാർകാന്തം, 2 കാന്തസൂചി, റിംഗ് കാന്തം, ഡിസ്ക് കാന്തം. ഇത് വരുന്നത് ഒന്നാമത്തേത് 3ലേക്കാണ്. ബാർകാന്തം മൂന്നാമത്തേതാണ്. കാന്തസൂചി ഒന്നാമത്തേതാണ്. റിംഗ് കാന്തം ഇതാണ്. ഡിസ്ക് കാന്തം ഇതാണ് കേട്ടോ. ചോദ്യം ഡി, കാന്തത്തിന്റെ അല്ലെങ്കിൽ വൈദ്യുത കാന്തത്തിന്റെ സവിശേഷതകൾ പരിഗണിച്ച് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ സഹായകമായ ഉപകരണം അല്ലെങ്കിൽ സംവിധാനം രൂപകൽപ്പന ചെയ്യുക. ചിത്രം വരച്ച് അതിന്റെ ഉപയോഗം വിശദീകരിക്കുക. നിങ്ങൾക്ക് മാലിന്യ കൂമ്പാരത്തിൽ നിന്നും അല്ലെങ്കിൽ ജലാശയത്തിൽ നിന്നും ലോഹവസ്തുക്കൾ വേർതിരിക്കാൻ എന്നുള്ളൊരു സൂചനയും തന്നിട്ടുണ്ട്. ഒരു വൈദ്യുതകാന്തം ഉപയോഗിച്ച് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലോഹവസ്തുക്കൾ വേർതിരിക്കുന്നതിനുള്ള ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യാം. ഉപകരണം അല്ലെങ്കിൽ സംവിധാനം എങ്ങനെയാണ്? ഒരു ക്രെയിനിൽ ഘടിപ്പിച്ച വലിയ വൈദ്യുത കാന്തം ഇതിനായി ഉപയോഗിക്കാം. ഈ വൈദ്യുത കാന്തം പ്രവർത്തിപ്പിക്കുമ്പോൾ ലോഹവസ്തുക്കളെ ആകർഷിക്കുകയും പിന്നീട് വൈദ്യുതി വിച്ഛേദിച്ച് അവയെ വേർപെടുത്തുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ചിത്രം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ക്രെയിനിൽ വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്നോ വേസ്റ്റ് എടുക്കുന്ന ആ ഒരു ചിത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. പ്രവർത്തനം 4, ചോദ്യം എ, ഒരു വൈദ്യുത കാന്തം നിർമ്മിക്കുന്നതിന് എന്തെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? ഇൻസുലേഷനുള്ള ചെമ്പ് കമ്പി, ഇരുമ്പാണി അല്ലെങ്കിൽ ഇരുമ്പ് തണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാന്തിക വസ്തു, അല്ലെങ്കിൽ ബാറ്ററി അല്ലെങ്കിൽ വൈദ്യുതി സ്രോതസ്. ചോദ്യം ബി, നിർമ്മിച്ച വൈദ്യുത കാന്തം ഉപയോഗിച്ച് ഒരു മുട്ടുസൂചി മാത്രമേ ഉയർത്താൻ കഴിയുന്നുള്ളൂ. കാന്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. കോയിലിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക. കാന്തിക വസ്തുവിന്റെ വലുപ്പം വർദ്ധിപ്പിക്കുക. ചോദ്യം സി, വിനുവിന്റെ ഗ്രൂപ്പിൽ നിർമ്മിച്ച വൈദ്യുതകാന്തം പ്രവർത്തിക്കുന്നില്ല. എന്താകാം ഇതിനുള്ള കാരണങ്ങൾ? 2 കാരണങ്ങൾ എഴുതുക. 1, വൈദ്യുതി പ്രവാഹമില്ലാത്തത്. അത് ബാറ്ററി തീർന്നതാവാം അല്ലെങ്കിൽ കണക്ഷൻ ശരിയല്ലാത്തതാവാം. 2, ചുറ്റുകൾ ശരിയായ രീതിയിൽ ചെയ്യാത്തത്. കമ്പി അയഞ്ഞതോ അല്ലെങ്കിൽ ചുറ്റുകൾ കുറഞ്ഞതോ ആവാം. പ്രവർത്തനം 5, ചിത്രം നോക്കൂ. ഇതിൽ നട്ടെല്ല് എന്ന് എഴുതി തന്നിട്ടുണ്ട്. ചിത്രം നിരീക്ഷിച്ച് എ, ബി എന്നീ അസ്ഥികളുടെ പേരെഴുതുക. ഈ അസ്ഥികളുടെ പ്രധാന ധർമ്മം എന്ത്? എ വാരിയല്ലാണ്. ബി മാറല്ലാണ്. പ്രധാന ധർമ്മം ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. ചോദ്യം ബി, അസ്ഥികൂടം നിർവഹിക്കുന്ന 2 ധർമ്മങ്ങൾ എഴുതുക. ശരീരത്തിന് ആകൃതിയും ബലവും നൽകുന്നു. ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നു. ചോദ്യം സി, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും പരിശോധിക്കുക. പ്രസ്താവന, പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്, കാരണം പക്ഷികളുടെ അസ്ഥികൂടം പൂർണ്ണമല്ല. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുക. എ, പ്രസ്താവനയും കാരണവും ശരിയാണ്. ബി, പ്രസ്താവനയും കാരണവും തെറ്റാണ്. സി, പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. ഡി, പ്രസ്താവന തെറ്റും കാരണം ശരിയുമാണ്. ഇതിൽ സി, പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അതാണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. പക്ഷികൾക്ക് അസ്ഥികൂടം പക്ഷികൾക്ക് ഭാരം കുറവാണ്, എന്നാൽ അവയുടെ അസ്ഥികൂടം പൂർണ്ണമായിട്ട് തന്നെ ഉണ്ട്. അതാണ് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഭാരക്കുറവ് തോന്നുന്നത്? അവരുടെ അസ്ഥികൂടങ്ങളിൽ എന്തുണ്ട്? വായു അറകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭാരക്കുറവ് തോന്നുന്നത്. പ്രവർത്തനം 6, കുട്ടികൾ കളിമണ്ണ് ഉപയോഗിച്ച് ചില രൂപങ്ങൾ നിർമ്മിക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അവരുടെ ശരീരത്തിലെ വിവിധ സന്ധികൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. ചോദ്യം എ, ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക.
അതിൽ ഓരോ പ്രവർത്തന ഘട്ടവും അതിൽ ഉപയോഗപ്പെടുത്തുന്ന സന്ധികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കളിമണ്ണ് ചവിട്ടി കുഴയ്ക്കുന്നു, അതിൽ കാൽമുട്ട് സന്ധി, കണങ്കാൽ സന്ധി, ഇടുപ്പ് സന്ധി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിർമ്മാണ മേശയിൽ കളിമണ്ണ് എത്തിക്കുന്നു, അതിന് തോൾ സന്ധി, കൈമുട്ട് സന്ധി, കൈത്തണ്ട സന്ധി. രൂപങ്ങൾ നിർമ്മിക്കാൻ കൈത്തണ്ട സന്ധിയും വിരൽ സന്ധികളും. ഇതിൽ തന്നെയുള്ള ബീച്ച് ക്വസ്റ്റ്യൻ. താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ നോക്കൂ. പട്ടികയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെ ക്രമപ്പെടുത്തി എഴുതിയിരിക്കുന്നവയിൽ ശരിയായത് ഏത്? പിവട്ട് സന്ധി, അത് സന്ധി ഉൾപ്പെടുന്ന ശരീരഭാഗം തോള്, പ്രത്യേകത ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാൽമുട്ട്, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ്. വിജാഗിരി സന്ധി ഉള്ളത് കഴുത്ത്, ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. ശരിയായി വരുന്നത് എങ്ങനെയാണ് മക്കളെ? പിവട്ട് സന്ധി, അത് സന്ധി ഉൾപ്പെടുന്ന ഭാഗം കാൽമുട്ടാണ്, ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. മറ്റേത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്, അതിന് ഉദാഹരണം അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ശരീരഭാഗം തോളാണ്. പിന്നെ അത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഇത്. പിന്നെ മൂന്നാമത്തേത് വിജാഗിരി സന്ധിയാണ്, അത് ഉൾപ്പെടുന്ന ഭാഗം കാൽമുട്ടാണ്, ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വരുന്നത് എ ആണ്, അതായത് 1 സി 3, 2 എ 2, 3 ബി 1 എന്നുള്ളതാണ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ചോദ്യം സി, വിജാഗിരി സന്ധിയുടെ പ്രവർത്തനം വ്യക്തമാക്കാൻ സഹായകരമായ രീതിയിൽ ഒരു മാതൃക എങ്ങനെ നിർമ്മിക്കാം? ചിത്രം വരയ്ക്കുക. ഞാനിത് ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. പ്രവർത്തന രീതി എഴുതാനും സുഖമല്ലേ? ഒരു കാർഡ്ബോർഡ് എടുക്കുക, അതിൽ കൈയുടെ ഷേപ്പിൽ ആകൃതിയിൽ കാർഡ്ബോർഡ് വെട്ടിയെടുക്കുക, 2 കാർഡ്ബോർഡ് കഷ്ണങ്ങൾ കൂടെ ഒരു വിജാഗിരി ഉപയോഗിച്ച് ഘടിപ്പിക്കുക. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ. മറക്കാതെ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു പോവുക. മറ്റു ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്